2023 യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പും അംഗത്വ വിതരണവും സുതാര്യമല്ലെന്ന് മൂവാറ്റുപുഴ മുൻസിഫ് കോടതി. പോളിംഗ് ഫലപ്രഖ്യാപന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ തെളിയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയില്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ ഒരുപാട് പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായതാണ് 2023 യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിൽ തന്നെ ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നിരീക്ഷണങ്ങൾ അത് ആരുടെ ഹർജിയിലാണ്, ആരുടെ പരാതിയിലാണ്, ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നില്ല എന്ന് കോടതി നിലപാടെടുത്തത്? പ്രജിൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നൽകിയ ഹർജിയാണിത്. തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല, തെരഞ്ഞെടുപ്പിലെ അംഗത്വ വിതരണത്തിലടക്കം പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ ഈ കേസിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളെ കക്ഷി ചേർക്കുകയും ഷാഫി പറമ്പിന് നോട്ടീസ് വയ്ക്കുകയൊക്കെ ചെയ്ത സംഭവമാണ്. അന്ന് വലിയ വിവാദമായിരുന്നു. ആ കേസിലാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ കാര്യങ്ങൾ അത് സുതാര്യമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. പ്രത്യേകിച്ച് വിജ്ഞാപന ദിവസം ഈ തീയതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുള്ളത് തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല എന്നും കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാഗികമായി മാത്രമാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന് തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാനാകുക. തെരഞ്ഞെടുപ്പ് റദ്ദാക്കാത്ത പശ്ചാത്തലത്തിൽ പ്രശ്നം യൂത്ത് കോൺഗ്രസിനെ ഹർജിയുമായി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.